ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ റമളാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം നിങ്ങളിലേക്ക് പ്രവാചക വചനങ്ങളിലൂടെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടാമത്തെ പ്രവാചക വചനം നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുകയാണ്. ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇശാ നമസ്കാരത്തിന് ശേഷം പ്രഭാത നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വരെയുള്ള സമയങ്ങളിൽ ഒരു വ്യക്തി, അത് ഒറ്റയ്ക്കും കൂട്ടായും അങ്ങനെ നമസ്കരിക്കുന്ന പ്രസ്തുത നമസ്കാരത്തിന് ഖിയാമുൽ ലൈൽ എന്ന് പറയാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ തറാവീഹ് നമസ്കാരത്തിൽ അതൊരു ഖിയാമുൽ ലൈൽ തന്നെയാണ്. അതുപോലെ തഹജ്ജുദ് നമസ്കാരവും ഖിയാമുൽ ലൈലാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ ഖിയാമുൽ ലൈലിൽ ഒരു വ്യക്തി 2 റക്അത്ത് നമസ്കരിക്കുന്നു എന്നിരിക്കട്ടെ. 2 റക്അത്തെ ആ വ്യക്തി നമസ്കരിക്കുന്നുള്ളൂ. പക്ഷേ അതിൽ പ്രസ്തുത 2 റക്അത്തിൽ 100 ആയത്തുകൾ അതിലുണ്ടാവുകയും വേണം. അങ്ങനെ 100 ആയത്തുകൾ, 100 വചനങ്ങൾ ഈ 2 റക്അത്തിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതലും ആകാം, 4 ആകാം, 6 ആകാം, 8 ആകാം, അങ്ങനെ മുന്നോട്ട് പോകാം. പക്ഷെ അതിൽ ആ ഖിയാമുൽ ലൈലിൽ 100 ആയത്തുകൾ ഉണ്ട് എങ്കിൽ, അങ്ങനെ അവൻ നമസ്കരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഈ നമസ്കാരം, നമ്മൾ നിത്യമായിട്ട് അത് ചെയ്യുന്ന ഈ നമസ്കാരം ലൈലത്തുൽ ഖദറുമായി ഏകീഭവിക്കുകയാണെങ്കിൽ, നമ്മളങ്ങനെ നിസ്കരിച്ച് എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ലൈലത്തുൽ ഖദർ, വർഷത്തിൽ ഒരിക്കൽ ഒരു ദിവസമാണല്ലോ അത് സംഭവിക്കുന്നത്. ആ ദിനത്തിലും നമ്മൾ ഈ 100 ആയത്തുകൾ ഉപയോഗപ്പെടുത്തി ഖിയാമുൽ ലൈൽ നമസ്കരിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ അന്ന് ലൈലത്തുൽ ഖദർ ആയിരുന്നു. അത് ഒരേ ഒരു ദിവസമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്താൽ 84 വർഷം എല്ലാ ദിവസവും ആത്മാർത്ഥതയുള്ള ഭക്തന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരും രേഖപ്പെടുത്തുന്നതാണ്. എത്ര വർഷമാണ്? 84 വർഷം നമ്മുടെ പേര് അല്ലാഹു തആല രേഖപ്പെടുത്തുന്ന ഭക്തന്മാരുടെ കൂട്ടത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ നമ്മളിത് നിത്യമാക്കുകയാണെങ്കിൽ, ഒരു 100 ആയത്ത് പഠിക്കുകയാണെങ്കിൽ, 100 ആയത്തെന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ഗ്രഹിക്കാൻ കഴിയുന്ന വലിയ മഹാപണ്ഡിതന്മാരൊന്നും അല്ലാത്ത സാധുക്കളായ നമ്മെപ്പോലുള്ള ആളുകൾക്കാണെങ്കിൽ അൽ ഖാരിയ മുതൽ അന്നാസ് വരെയുള്ള ഇനി താഴെ അറ്റത്തുള്ള കുറേ സൂറത്തുകൾ, ചെറിയ ചെറിയ സൂറത്തുകളാണ്. അൽ ഖാരിയ, അത്തക്കാസുർ, അൽ അസ്ർ, അൽ ഹുമസ, ഇങ്ങനെ താഴോട്ട് വരുന്ന അന്നാസ് വരെയുള്ള അത്, പിന്നെ ഫാത്തിഹയും കൂടെ ചേർന്നാൽ 100 വചനമാവും. ഫാത്തിഹയും ഉൾപ്പെടുത്തി അവസാന അൽ ഖാരിയ മുതൽ താഴോട്ട് അന്നാസ് വരെ ആകുമ്പോൾ 100 വചനമായി. ഇത് നമ്മളെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു രേഖപ്പെടുത്തി വയ്ക്കും. അങ്ങനെ നമ്മൾ നിത്യമാക്കുകയാണെങ്കിൽ, നമ്മൾ റമളാൻ മാസത്തിലും നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 84 വർഷം ഇവർ മുത്തക്കിയാണ്, ഇവൻ നല്ലവനാണ് എന്ന നിലയിൽ അല്ലാഹു തആല അത് രേഖപ്പെടുത്തിയിട്ട് 84 വർഷ സർട്ടിഫിക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. സഹോദരങ്ങൾ, ഇതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് അപേക്ഷിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആരാണോ 100 വചനങ്ങളുമായി നമസ്കരിക്കുന്നത് അവൻ്റെ പേര് ഭക്തന്മാരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തുന്നതാണ്. അതിനുള്ള വലിയ ഒരു അവസരം, 84 വർഷം ഈ അവസാന ദിന 10 ദിവസങ്ങളിൽ ഒരു പ്രത്യേക ജാഗ്രതയോടുകൂടി ആ ഖിയാമുൽ ലൈൽ ഈ നിയ്യത്തോടുകൂടി നമസ്കരിച്ച്
അള്ളാഹുവിൻ്റെ പട്ടികയിൽ ഭക്തന്മാരുടെ പേരിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പേരും ഉൾപ്പെടുവാനുള്ള സൗഭാഗ്യം ഉണ്ടാകട്ടെ. ജസാക്കുമുള്ള രണ്ടാമത്തെ മൊഴിമുത്ത് പകർന്നു നൽകിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.